പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ, ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ടിഷ്യൂസ്, ഹൃദയധമനികൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്നത്? അത് മുറിച്ചെടുക്കുമ്പോൾ ആ മനുഷ്യന് ജീവൻ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളെങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ടിഷ്യൂസ്, അതായത് ഹൃദയധമനികൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്നത്? അത് മുറിച്ചെടുക്കുമ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ. അർജന്റീനയിലെ ബ്യൂവനസ് ഐറിസ് എന്ന് പറയുന്ന രൂപതയിൽ നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതം. താഴെ വീണ് കിടന്ന തിരുവോസ്തി പിന്നീട് അത് വെള്ളത്തിൽ അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് സക്രാരിയിലെടുത്ത് വെച്ച് അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ അത് മാംസകഷ്ണമായി മാറി. അതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസികളായ മനുഷ്യരെ നിയോഗിച്ചു. വിശ്വാസികളല്ല, ക്രിസ്ത്യാനികളല്ല, വിശ്വാസികളല്ല, ദൈവമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ നിയോഗിച്ചു. അവർ അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്ത് കൊണ്ടുപോയി അന്നത്തെ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള കാർഡിയാക് സർജൻ്റെ ലാബിൽ പരിശോധനയ്ക്ക് കൊടുത്തു. പരിശോധന കഴിഞ്ഞ് അയാൾ ഈ നിരീശ്വരവാദികളായ മനുഷ്യരോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണിത്. ഇതെന്താണെന്നോ എവിടെ നിന്നെടുത്തെന്നോ എങ്ങനെ തങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നോ ഒരു ക്ലൂവും കൊടുക്കാതെ അവരെ ലാബിൽ പരിശോധിപ്പിച്ചതാണ്. ഇതെന്താണെന്ന് പറഞ്ഞു തരണം. അയാൾ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ എങ്ങനെയാണ് മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ഒരു പുരുഷൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെ ടിഷ്യൂസ്, ഈ ഹൃദയധമനികൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്നത്? മുറിച്ചെടുക്കുമ്പോൾ അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഞാൻ നാവ് നീട്ടി സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാന എനിക്ക് വേണ്ടി മരണവേദന അനുഭവിച്ച് കൊല്ലപ്പെട്ട ക്രിസ്തുവിൻ്റെ രക്തമാണ്, ശരീരമാണെന്ന് ഇനി എന്നാണ് അടിയുറച്ച ആഴത്തിൽ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുക? കുറച്ച് നാളായിട്ട് കൊച്ചുങ്ങളൊന്നും കാണുന്നില്ല കുറേ പേരെ പരിശുദ്ധ കുർബാനയിൽ. വെക്കേഷനാണെന്ന് പറയണേ. അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ വരാനായിട്ട് ഏറ്റവും നല്ല സമയം സ്കൂൾ തുറന്നു കഴിയുമ്പോൾ അപ്പനും അമ്മയും പറയണ കാര്യം, അവർക്ക് ക്ലാസ്സിൽ പോകണം, ട്യൂഷൻ ഉണ്ട്. വെക്കേഷൻ വരുമ്പോൾ വിരുന്നിന് പോകണം. അപ്പോൾ കർത്താവോ, ഈ പരിശുദ്ധ കുർബാനയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ നിന്ദിച്ചുകൊണ്ടിരിക്കണേ? വിരുന്നിൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ടല്ലോ. വിരുന്നൊക്കെ ഒരുക്കി എന്നിട്ട് കാത്തിരിക്കുന്ന യജമാനൻ ആരും വരാതാവുന്നത് കാണുമ്പോൾ ക്ഷണിക്കപ്പെട്ടവരെ അറിയിക്കാനായിട്ട് ആളുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ഒരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, ഒരാൾ പറഞ്ഞു ഞാൻ 1 ഏക്കർ നിലം വാങ്ങി, ഒരാൾ പറഞ്ഞു ഞാൻ 2 കാളകളെ വാങ്ങി, വരാൻ പറ്റില്ല, ഇവിടെ വിരുന്നൊരുങ്ങിയിരിക്കുക. ഒന്നും തെറ്റല്ലാന്നേ. കല്യാണം കഴിക്കുന്നത് തെറ്റാണോ? നല്ല കാര്യമല്ലേ. നിലം വാങ്ങുന്നത് തെറ്റാണോ? നല്ല കാര്യമല്ലേ. കാളകളെ വാങ്ങി അധ്വാനിക്കാൻ പോകുന്നതും നല്ല കാര്യമല്ലേ. എല്ലാം നല്ലതാണ്, ഒന്നും തെറ്റല്ല. പക്ഷേ അവർക്ക് വേണ്ടി മാത്രം ഇങ്ങനെ യജമാനൻ സ്വന്തം ജീവൻ കൊടുത്തൊരുക്കി വെച്ചിരിക്കുന്ന വിരുന്നിനേക്കാൾ വലുതായി ഈ കാളകളും നിലവും കല്യാണവും ഒക്കെ മാറുമ്പോൾ ഇത് 2ാം തരമായിട്ട് ഈ വിരുന്നിനെ പരിഗണിക്കുമ്പോൾ അതൊക്കെ തെറ്റായി മാറുന്നു. കർത്താവെ, എത്രമാത്രം നിന്ദിച്ചിട്ടുണ്ട്, എത്രമാത്രം അവഗണിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ കുർബാനയിലെ അങ്ങയുടെ സാന്നിധ്യത്തെ എന്നോർത്ത് ഞങ്ങളിപ്പോൾ നെഞ്ചുകൊള്ളുന്നു. ഒന്ന് ഓടിച്ചെല്ലണമെന്നേ. അവിടെ കാത്തിരിക്കുന്നത് ദൈവമാണ്. വിട്ടുപേക്ഷിച്ച് പോകാൻ മനസ്സില്ലാത്ത ഹൃദയസ്നേഹത്തിൻ്റെ അടയാളമായി നമ്മളെ കാത്തിരിക്കുന്നൊരു ദൈവ സാന്നിധ്യമാണ് നമ്മളിങ്ങനെ വേണ്ടാന്ന് വെച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് വേണ്ട, ആവശ്യമുള്ളപ്പോൾ വരാം, സൗകര്യമുള്ളപ്പോൾ വരാം. എൻ്റെ സമയവും സൗകര്യമൊക്കെ അനുസരിച്ച് പോയി കാണേണ്ട ഒരാളല്ല ഈശോ. ചെയ്യേണ്ട കാര്യങ്ങളല്ല കൂദാശകൾ. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കേണ്ട കാര്യമല്ലേ. അഭിമാനത്തോടു കൂടി ഓർക്കുന്നുണ്ട്, ഞായറാഴ്ച കുർബാന മുടക്കിയിട്ട് എനിക്കൊരു ജോലി വേണ്ട സാറേ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പിള്ളേരെ.
എനിക്ക് പിക്നിക്കിന് പോവണ്ട. പരിശുദ്ധ കുർബാന മുടങ്ങും. ആദ്യ കുർബാന സ്വീകരണം നടത്തിയ അന്ന് മുതൽ ഇന്ന് വരെ ഈശോയെ സ്വീകരിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് പിക്നിക്കിന് പോവണ്ട എന്ന് പറഞ്ഞ 8ാം ക്ലാസ്സുകാരനെ. കർത്താവേ, ഇനി എന്നാണ് ശരിക്കും ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയാനാവുക? അവിടെ വന്നിങ്ങനെ നിറഞ്ഞ മിഴികളോടെ, കൂപ്പിയ കരങ്ങളോടുകൂടെ, ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടെ എൻ്റെ ദൈവത്തെ കാണാനായിട്ട് സാധിക്കുക. അപ്പം മുറിച്ചപ്പോൾ അവരവനെ തിരിച്ചറിഞ്ഞു എന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വിളിച്ചു പറയുന്നുണ്ട്, വചനം പറയുന്നുണ്ട്. ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു, നമ്മുടെ ദൈവം ജീവിച്ചിരിക്കുന്നു. ഈ അനുഭവമല്ലേ പരിശുദ്ധ കുർബാനയെന്ന് കിട്ടണ്ടേ? അപ്പം മുറിക്കുമ്പോൾ ഇതെൻ്റെ ദൈവമാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള വിശുദ്ധി ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം വചനം പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവ് പറയുന്ന കാര്യം, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും അവിടുത്തെ കാണാൻ സാധ്യമല്ല. ഒരുങ്ങിയിരുന്ന മനുഷ്യർക്ക് മുൻപിൽ അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന കാഴ്ചയുണ്ടല്ലോ. ഇതാ സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചേക്ക്. ദൈവത്തെ കണ്ട കണ്ണുകൾ എത്ര ഭാഗ്യപ്പെട്ടവ! എന്തൊരു ഭാഗ്യം കിട്ടിയിരിക്കണേ. എല്ലാ ദിവസവും ഈശോയെ ചെന്ന് കാണാൻ, ഈശോയുടെ കൂടെ ഇരിക്കാൻ, ഈശോയെ ജീവനായി സ്വീകരിക്കാനൊക്കെ ഇത്ര അനുഗ്രഹം കിട്ടിയിട്ട് വേണ്ടാന്ന് വെക്കുന്ന നമ്മൾ എത്ര മഠയന്മാരാണെന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ചെന്നിട്ട് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കണോണ്ടായിരിക്കണം നമുക്കൊരു വിലയില്ലാതെ പോകുന്നത്. നോർത്ത് ഇന്ത്യയിലായിരുന്ന ഒരു വർഷം ഓർക്കുന്നുണ്ട്, ഞായറാഴ്ചയാവാനായിട്ട് 10-22 കിലോമീറ്റർ അകലെ നിന്നുള്ള മനുഷ്യർ കാത്തിരിക്കും. കാടിറങ്ങി പരിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് 8 കുടുംബങ്ങളാണ്. 8 കുടുംബങ്ങൾ. പക്ഷെ ഒരുക്കം എന്തോ നമ്മളെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലാണ്. ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടണമുണ്ടായിരിക്കും. കർത്താവെ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ ഈ പരിശുദ്ധ കുർബാനയിൽ അങ്ങയെ തിരിച്ചറിയാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ തിരുനാൾ ആഘോഷിക്കണം. നന്നായിട്ട് ആഘോഷിക്കണം. ഒരു നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഒരു ദേവാലയമാണെങ്കിൽ ആ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പരിശുദ്ധ സക്രാരിയാണെങ്കിൽ ആ ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. ഒരു സംശയവും വേണ്ട. കർത്താവേ, ഈ തിരുനാൾ അങ്ങയെ തിരിച്ചറിഞ്ഞ് ആഘോഷിക്കാനുള്ള കൃപ തരണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പാഠപുസ്തകം പോലൊരു ഓർമ്മയുണ്ട്. വല്ലാർപാടം പള്ളിയിൽ കൊച്ചച്ഛനായിരുന്ന ഒരു വൈകുന്നേരങ്ങളിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചതിൻ്റെ മുൻപിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയെയും കൂട്ടുകാരിയെയും തോണ്ടി ഒരു ചെറിയ പ്രായമെത്താത്തൊരു കുഞ്ഞ് തോണ്ടിയിട്ട് പറയുന്നുണ്ട്, ഈശോ ഈശോ. എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതാണോ എന്നറിയില്ല, പക്ഷേ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. പിന്നീട് അവർ മിണ്ടുന്നത് കണ്ടില്ല. ഈശോ ജീവിക്കുന്ന ദൈവം. ആ ഒരു ബോധ്യത്തോടെ ഈശോയെ നോക്കിയിട്ട് വേണം നമുക്ക് ഇന്ന് ഉറക്കത്തിലേക്ക് പോകാൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ